ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഞാനൊരു ബ്രസ്റ്റ് പമ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അൺബോക്സിംഗ് ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞാനൊരു വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ക്ഷമിക്കുക. അടുത്ത പ്രാവശ്യം വീഡിയോയിൽ ഞാൻ എല്ലാം ശരിയാക്കുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് സൈഗ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ പ്രൊഡക്റ്റാണ് ഞാനിതിപ്പോൾ വാങ്ങിച്ചേക്കുന്നത്. ഇതിൻ്റെ ലിങ്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ 2 ഐറ്റംസ് ആണുള്ളത്. ഇത് ഫീഡിംഗ് ബോട്ടിലും പിന്നെ ഇത് പമ്പ് ചെയ്യാനുള്ള മെഷീനുമാണ്. ഇതെന്ന് പറയുന്നതാണ് അതിൻ്റെ ഓപ്പണിംഗ് ഭാഗം. നമ്മുടെ നിപ്പിളും നിപ്പിൾ കണ്ട് ഉള്ളിലോട്ട് വെച്ച് ബ്രസ്റ്റ് ഇതിനകത്തോട്ട് അമർത്തി വെച്ചിട്ട് വേണം ഇത് നമുക്ക് പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിന് ഇവിടെ ഒരു ഹാൻഡിൽ പോലൊരു ഇതുണ്ട്. അത് നമുക്ക് ഒന്ന് ഊരിയിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ ലൂസായിരിക്കും. പമ്പ് ചെയ്യുമ്പോൾ നമുക്ക് പാല് കിട്ടണമെന്നില്ല. ഇത് ഈസിയാണ്. സാധാരണ നമ്മൾ ഇങ്ങനെ ഒന്ന് അതിൻ്റെ നട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി. അന്നേരം ഒരു ക്ലിക്ക് എന്ന് പറഞ്ഞൊരു സൗണ്ട് കേൾക്കും. പിന്നെ നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി പാല് നമുക്ക് അതിൽ കിട്ടും. ഇതിനകത്ത് ഒരു നിപ്പിളുണ്ട്. അപ്പോൾ അത് നമുക്ക് അല്ലാതെ ബോട്ടിൽ പാല് സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റോർ ചെയ്ത് അടച്ച് മാറ്റി വെക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ബോട്ടിൽ ഇതുമായിട്ട് അറ്റാച്ച് ചെയ്യാണ് ചെയ്യേണ്ടത്. സാധാരണ നമ്മൾ ബോട്ടിൽ അടയ്ക്കുന്ന കണക്ക് ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് നമ്മൾ ബ്രസ്റ്റിൽ വെച്ചിട്ട് ഫുള്ള് നമ്മൾ പുഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ചെറിയ രീതിയിൽ പുഷ് ചെയ്ത് ചെയ്താൽ മാത്രമേ പാല് നല്ല സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഈ ബോട്ടിലോട്ട് സക്ക് ചെയ്ത് സ്റ്റോർ ചെയ്യത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ മെയിൻ ഉപകാരം എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പം പാല് നല്ലതുപോലെ തങ്ങി നിന്ന് വേദനയൊക്കെ നമുക്ക് ബ്രസ്റ്റിൽ ഉണ്ടാകുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്ത് പാല് കുറേ സക്ക് ചെയ്ത് നമുക്ക് കളയാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റോർ ചെയ്ത് ഒന്നി ഫ്രിഡ്ജിലോ പുറത്തിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 4 hours നമുക്ക് പുറത്ത് വെച്ച് നോർമലായിട്ട് വെച്ചിട്ട് നമുക്ക് കുഞ്ഞിന് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് കൊടുത്തുവിടാം. 4 മണിക്കൂറാണ് മിനിമം മാക്സിമം പറയുന്നത്. ഇത് സാധാരണ നമ്മൾ ഫ്രിഡ്ജിൽ സാധാ കൂളിംഗ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 ദിവസം വരെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഫ്രീസറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6 മാസത്തോളം നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ച് കുഞ്ഞിന് കൊടുക്കാവുന്നതാണ്. പുറത്തെടുക്കുമ്പം അത് നമുക്ക് ചൂടാക്കേണ്ട ആവശ്യമില്ല. തനിയെ അത് ഇരുന്ന് കൂളിംഗ് മാറിയിട്ട് ആ നോർമൽ ടെമ്പറേച്ചർ നമ്മുടെ റൂം ടെമ്പറേച്ചർ ആകുമ്പോൾ നമുക്ക് കുഞ്ഞിന് കൊടുക്കാവുന്നതാണ്. പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾക്കിപ്പോൾ എവിടെയെങ്കിലും ട്രാവലിങ് അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു എമർജൻസി വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞിന് പാല് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ അമ്മയ്ക്ക് അത്യാവശ്യം പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എമർജൻസി കേസസ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് കുഞ്ഞിന് കൊടുക്കാം. അന്നേരം കുഞ്ഞിന് പാല് നമുക്ക് ഫോർമുലാസ് കലക്കി കൊടുക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. അഥവാ ഞാനിപ്പോൾ പറയുന്നത് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബോക്സിൽ തന്നെ ഒരു മാനുവൽ ഉണ്ട്. നമുക്കത് നോക്കിയിട്ടും ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേണ്ടവർക്ക് ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണിത്.